PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. എല്ലാവരും എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് നോക്കി പോവുക. ഉറപ്പായിട്ടും ഇതിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മലയാളം മിഷൻ. രണ്ടാമത്തെ ചോദ്യം: മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? മീശ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, എസ് ഹരീഷ്. മൂന്നാമത്തെ ചോദ്യം: കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ് കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. നാലാമത്തെ ചോദ്യം: ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏത്? ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1951 മുതൽ 1956 വരെയായിരുന്നു ആദ്യ പഞ്ചവത്സര പദ്ധതി. അഞ്ചാമത്തെ ചോദ്യം: കോവിഡ്-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോവിഡ്-19മായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ, ആരോഗ്യ സേതു. ആറാമത്തെ ചോദ്യം: കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, തൃശൂർ. ഏഴാമത്തെ ചോദ്യം: അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ടെന്നീസ്. എട്ടാമത്തെ ചോദ്യം: കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏത്? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 ഉം 3 ഉം. 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 3 വനിതാ ശാക്തീകരണം. ഒൻപതാമത്തെ ചോദ്യം: നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ നിർദ്ദിഷ്ട അതിവേഗ റെയിൽ പാതയാണ് സിൽവർ ലൈൻ. ഇത് 11 ജില്ലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. 3 ജില്ലകളിലൂടെ മാത്രമേ കടന്നു പോകാത്തതുള്ളൂ: പാലക്കാട്, വയനാട്, ഇടുക്കി. PSC തന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ട എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ സിൽവർ ലൈൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. പത്താമത്തെ ചോദ്യം: ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം വി നാരായണൻ. 11ാമത്തെ ചോദ്യം: വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡക്കാൻ പീഠഭൂമി. 12ാമത്തെ ചോദ്യം: താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 1 സൗരോർജം, 2 ജൈവവാതകവും സൗരോർജവും, 3 കാറ്റിൽ നിന്നുള്ള ഊർജം. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 1ഉം 2ഉം 3ഉം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. 13ാമത്തെ ചോദ്യം: ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. 1 ചൈന, 2 നേപ്പാൾ, 3 പാകിസ്ഥാൻ, 4 ഭൂട്ടാൻ. തന്നിരിക്കുന്നവയെല്ലാം ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന 7 രാജ്യങ്ങളാണ് ഉള്ളത്: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയാണ് ഇന്ത്യയുടെ കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ. 14ാമത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ എ, മൗണ്ട് എവറസ്റ്റ്. 15ാമത്തെ ചോദ്യം: മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ്.
16-ാമത്തെ ചോദ്യം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഉത്തര മഹാസമതലം. 17-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 18-ാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. 19-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, NH-44. 20-ാമത്തെ ചോദ്യം, മുംബൈയെയും മാംഗ്ലൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? മുംബൈയെയും മാംഗ്ലൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കൊങ്കൺ റെയിൽവേ. 21-ാമത്തെ ചോദ്യം, അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1955. 22-ാമത്തെ ചോദ്യം, പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഹേബിയസ് കോർപ്പസ്. 23-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, 6. 24-ാമത്തെ ചോദ്യം, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 42-ാം ഭേദഗതി. 25-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1947 ജൂലൈ 22. 26-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഗംഗ. 27-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 28-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 52 സെക്കൻഡ്. 29-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 30-ാമത്തെ ചോദ്യം, 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. 31-ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. 1. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. 2. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. 3. പ്രാർത്ഥനാ സമാജം ആത്മാറാം പണ്ഡൂരക്. 4. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്രസൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 32-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരം. 33-ാമത്തെ ചോദ്യം, സന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? സന്താൾ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 1855 മുതൽ 1856. 34-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്?
ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ. 35-ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. 36-ാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1857 മെയ് 10. 37-ാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 9, 1942 ക്വിറ്റ് ഇന്ത്യ ദിനം. 38-ാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 39-ാമത്തെ ചോദ്യം സ്വതന്ത്രലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്വതന്ത്രലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. 40-ാമത്തെ ചോദ്യം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ഫസൽ അലി. 41-ാമത്തെ ചോദ്യം കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ എ മംഗളവനം. 42-ാമത്തെ സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് ഏത് ദേശീയോദ്യാനമാണ്? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനം. 43-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിൽ 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താം കോട്ടക്കായൽ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകമാണ്. 44-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി. 45-ാമത്തെ ചോദ്യം മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 46-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏത്? കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മറയൂർ. 47-ാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി എറണാകുളം. 48-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. 49-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം. 50-ാമത്തെ ചോദ്യം സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സ്പ്ലാഷ്. 51-ാമത്തെ ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 52-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. 53-ാമത്തെ ചോദ്യം ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 54-ാമത്തെ ചോദ്യം പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലബാർ കലാപം. 55-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? ദൈവദശകം, ദർശനമാല, ശിവശതകം, നിജാനന്ദ വിലാസം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് നിജാനന്ദ വിലാസം.
അത് എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ബാക്കിയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. 56-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. 57-ാമത്തെ ചോദ്യം, ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ, 1936. 58-ാമത്തെ ചോദ്യം, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. 59-ാമത്തെ ചോദ്യം, കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. 60-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സവർണ ജാഥ. 61-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഉത്തരം ഓപ്ഷൻ എ വൃക്കകൾ. 62-ാമത്തെ ചോദ്യം, ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1 ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറം തള്ളപ്പെടുന്നു. 3 ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. 63-ാമത്തെ ചോദ്യം, ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഉത്തരം ഓപ്ഷൻ ഡി ജീവകം ഡി. 64-ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി നിപ്പ, എയ്ഡ്സ്. ക്ഷയം ബാക്ടീരിയ രോഗമാണ്. മലേറിയ പ്രോട്ടോസോവ പ്ലാസ്മോഡിയം. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. 65-ാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർദ്രം പദ്ധതി. 66-ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നൈട്രജൻ. ഹരിതഗൃഹവാതകങ്ങളിൽ പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങൾ CFC, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ഓസോൺ എന്നിവയാണ്. നൈട്രജൻ അല്ല, നൈട്രസ് ഓക്സൈഡാണ് ഹരിതഗൃഹ വാതകം. 67-ാമത്തെ ചോദ്യം, വനനശീകരണത്തിന് കാരണമാകാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? വനനശീകരണത്തിന് കാരണമാകാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നത് റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സസ്യപരിപാലനമാണ് വനനശീകരണത്തിന് കാരണം ആകാത്തത്. 68-ാമത്തെ ചോദ്യം, ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പെട്രോൾ. 69-ാമത്തെ ചോദ്യം, കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പ്രിയങ്ക. 70-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട്. 71-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1. ഒരാറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അത് ശരിയാണ്. 2. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. 3. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. അതും ശരിയാണ്. 4. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അത് തെറ്റാണ്. ഐസോടോപ്പാണ് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങൾ.
അതാണ് ഐസോടോപ്പ്. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് നമ്പറുമായിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 72ാമത്തെ ചോദ്യം, സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്ലവണ പ്രക്രിയ. 73ാമത്തെ ചോദ്യം, കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? ഉത്തരം ഓപ്ഷൻ എ, 4. 74ാമത്തെ ചോദ്യം, ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1. 75ാമത്തെ ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സോഡിയം ബെൻസോയേറ്റ്. 76ാമത്തെ ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ ബി, 4 ഇരട്ടിയാകും. 77ാമത്തെ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ആണ് എന്ത്? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഭാരം. 78ാമത്തെ ചോദ്യം, സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം. സോളാർ പാനലുകൾ അതിന് ഉദാഹരണമാണ്. 79ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ, ഓറഞ്ച്. 80ാമത്തെ ചോദ്യം, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ്? ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കെൽവിൻ. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏതാണ്? 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അത് ശരിയാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് തെറ്റാണ്. തിരുവനന്തപുരത്താണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. ബക്രാനങ്കൽ സത്ലജ് നദി. അത് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി. അതും ശരിയാണ്. തെഹരി ഡാം കൃഷ്ണ നദി. അത് തെറ്റാണ്. ഭഗീരഥി നദിയാണ് തെഹരി ഡാം. സർദാർ സരോവർ നർമ്മദ. അതും ശരിയാണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 3ാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അതും ശരിയാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അതാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 4ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 5ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. സവർണജാഥ ഇതോടനുബന്ധിച്ച നടന്നതാണ്. അത് ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതും ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും ശരിയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ആവശ്യം. അതാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 6ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? 1.
പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. അതാണ് തെറ്റായിട്ടുള്ളത്. ഇതിൽ രചനകളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം തെറ്റാണ്. 7ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 1. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. അത് തെറ്റാണ്. കേരള മീഡിയ അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ്, കൊച്ചി കാക്കനാട്. 2. ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. അതും ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാട് എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. തൃശ്ശൂരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. 8ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? 1. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്യും താലീം. അത് ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അതും ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. അതും ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിൻസ്ലി ആണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. ഫിലിപ്പീൻസിലെ മണ്ഡലിയോങ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. നാറ്റോ ബ്രസൽസ്. അത് ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം. ഇൻ്റർപോൾ ലിയോൺ. ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. 10ാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. 11ാമത്തെ ചോദ്യം, അസം ഹിമാലയ പർവ്വതത്തിൽ ഉയരം കൂടിയത് ഏതാണ്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നമച്ച ബർവ. 12ാമത്തെ ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കരീവ. 13ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പാച്ച് ഹോൾ മൈനിങ്. 14ാമത് ചോദ്യം, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. 15ാമത് ചോദ്യം, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. 16ാമത് ചോദ്യം, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. 17ാമത് ചോദ്യം, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ കസാൻ, റഷ്യ. 18ാമത്തെ ചോദ്യം, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഖണ്ഡസാരി എന്ന പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. 19ാമത്തെ ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഒഡീഷ. 20ാമത് ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21. ഉത്തരം ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. 21ാമത് ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന
ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 22ാമത് ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 2010. 23ാമത് ചോദ്യം, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, കേരളം. 24ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, അതാണ് തെറ്റായിട്ടുള്ളത്. നികുതി നൽകാതിരിക്കുക, അതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 25ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, നവമഞ്ജരി. അരുൾനൂൽ രചിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളാണ്. 26ാമത് ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ധോളാവീര. 27ാമത് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നത് 1 ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, അത് തെറ്റാണ്. ജ്യോതിറാവ് ഫൂലെയാണ് രചിച്ചത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, അത് ശരിയാണ്. 1916-ൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു, അതും ശരിയാണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 28ാമത് ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, സുബ്രഹ്മണ്യ ഭാരതി. 29ാമത് ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഇ.വി. രാമസ്വാമി നായ്ക്കർ. 30ാമത് ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തെലുങ്കാന. 31ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 1 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി ആണ്. 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. 2 സമത്വത്തിനുള്ള അവകാശം, 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 ഡി, 2 സി, 3 എ, 4 ബി. 32ാമത് ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പിംഗലി വെങ്കയ്യ. 33ാമത് ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അത് ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്.
34-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, രാഷ്ട്രപതി. 35-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1. 2005-ലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. അത് ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതും ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അതാണ് തെറ്റായിട്ടുള്ളത്. 65 വയസ്സാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 36-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. 37-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, സുകുമാർ സെൻ. 38-ാമത്തെ ചോദ്യം, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹേബിയസ് കോർപ്പസ്. 39-ാമത് ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദമഠം. 40-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? തന്നിരിക്കുന്നത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവരെല്ലാം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. 41-ാമത് ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വേമ്പനാട്ട് കായൽ. 42-ാമത് ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബുദ്ധമയൂരി. 43-ാമത് ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ, കബനി. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. 44-ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. 45-ാമത് ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വരയാട്. 46-ാമത് ചോദ്യം, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം ഓപ്ഷൻ സി, രാമനാട്ടം. 47-ാമത് ചോദ്യം, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മഞ്ചേശ്വരം പുഴ. 48-ാമത് ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, ചിങ്ങം 1. 49-ാമത് ചോദ്യം, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നാഫ്ത. 50-ാമത് ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നീണ്ടകര. 51-ാമത് ചോദ്യം,
1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. അത് ശരിയാണ്. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. അത് തെറ്റാണ്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. തെറ്റാണ്. വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചത് മലബാർ കർഷക സമരം അന്വേഷിക്കാനാണ്. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അത് ശരിയാണ്. ഇതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 52ാമത്തെ ചോദ്യം. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിഹോൺ ഹിൻഡാൻക്യോ. 53ാമത് ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാരിച്ചാൽ ചുണ്ടൻ. 54ാമത് ചോദ്യം. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം. അത് തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്. അതും തെറ്റാണ്. അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടേതാണ്. വൈകുണ്ഠ സ്വാമികൾ ദർശനമാല. അതും തെറ്റാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതി കൊമ്മി. അതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 55ാമത്തെ ചോദ്യം. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ. 56ാമത്തെ ചോദ്യം. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 57ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാൻ. 58ാമത് ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഉത്തരം ഓപ്ഷൻ എ, കീഴരിയൂർ ബോംബ് കേസ്. 59ാമത് ചോദ്യം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൂട്ട്. 60ാമത് ചോദ്യം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. 61ാമത് ചോദ്യം. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഓവ്യൂൾ വിത്താകുന്നു. 62ാമത് ചോദ്യം. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എല്ലാം ഇൻസിറ്റു കൺസർവേഷനാണ്. ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നിവയ്ക്കാണ് ഇൻസിറ്റു കൺസർവേഷൻ. 63ാമത് ചോദ്യം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി, ഗോൾജി കോംപ്ലക്സ്. 64ാമത് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, ഗ്ലോബുലിൻ. 65ാമത് ചോദ്യം. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക.
തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് ലിപ്പേസ്. 66-ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അത് ശരിയാണ്. വേനൽക്കാലം വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. അതാണ് തെറ്റായിട്ടുള്ളത്, കൂടുതലായിരിക്കും. മഴക്കാലത്തും തണുപ്പ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അത് ശരിയാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 67-ാമത്തെ ചോദ്യം, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. തന്നിരിക്കുന്നത് എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. അത് ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അതും ശരിയാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗമാണ്. അതാണ് തെറ്റായിട്ടുള്ളത്. ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ, മലമ്പനി. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അതും തെറ്റാണ്. വൈറസ് ആണ് കാരണം ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയക്കും. 1ഉം 2ഉം ശരിയാണ്. 3ഉം 4ഉം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ. 68-ാമത്തെ ചോദ്യം, ക്യൂണിക്കൾച്ചർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തലാണ്. തേനീച്ച വളർത്തലിനെ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നു. പട്ടുനൂൽ പുഴു വളർത്തലിനെ സെറികൾച്ചർ എന്ന് പറയുന്നു. മത്സ്യം വളർത്തലിനെ പിസിക്കൾച്ചർ എന്ന് പറയുന്നു. 69-ാമത്തെ ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. 70-ാമത്തെ ചോദ്യം, സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. അത് തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. അത് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിലും കാണുന്നു. അതും ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. അതാണ് തെറ്റായിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 71-ാമത്തെ ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ. 72-ാമത്തെ ചോദ്യം, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അൽനിക്കോ. 73-ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ബാക്കലൈറ്റ്. 74-ാമത് ചോദ്യം, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. 75-ാമത് ചോദ്യം, LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? LPGയിലെ മുഖ്യ ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടേൻ. 76-ാമത് ചോദ്യം, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ്? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ത്വരണം. 77-ാമത് ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ. 78-ാമത് ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജം. 79-ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, അറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഉത്തരം ഓപ്ഷൻ സി ആണ്. അറ്റോമിക് റിയാക്ടറുകൾ ഗ്രീൻ എനർജി അല്ല. 80-ാമത് ചോദ്യം, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക. ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. അത് ശരിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ്. അതും ശരിയാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ്. അതും ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്തി സുബ്ബ. ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. നാലാമത്തെ ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ. ആറാമത്തെ ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ലോക നഗരദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട്. ഏഴാമത്തെ ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. എട്ടാമത്തെ ചോദ്യം, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങൾ തിരിച്ചറിയുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകൾ ആണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഒൻപതാമത് ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. പത്താമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 11ാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നവംബർ മധ്യം. 13ാമത്തെ ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മുംബൈ.
14-ാമത് ചോദ്യം 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് റഷ്യയുടെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. 15-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 16-ാമത് ചോദ്യം 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഉത്തരം ഓപ്ഷൻ എ, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 17-ാമത് ചോദ്യം ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. 18-ാമത് ചോദ്യം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, പറവൂർ. 19-ാമത് ചോദ്യം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ്. 20-ാമത് ചോദ്യം സാമൂഹിക പരിഷ്കർത്താക്കളെയും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, അത് ശരിയാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, അതും ശരിയാണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം, അത് തെറ്റാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ് രൂപം നൽകിയത്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അതും ശരിയാണ്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 21-ാമത് ചോദ്യം ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആനി ബസന്റ്. 22-ാമത് ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. 23-ാമത് ചോദ്യം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബഹദൂർ ഷാ രണ്ടാമൻ. 24-ാമത് ചോദ്യം ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ബാലഗംഗാധര തിലകൻ. 25-ാമത് ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, അബനീന്ദ്രനാഥ് ടാഗോർ. 26-ാമത് ചോദ്യം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി
1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏത്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ഉത്തരം ഓപ്ഷൻ എ നീതി ആയോഗ്. 27ാമത് ചോദ്യം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ദാദാബായ് നവറോജി. 28ാമത് ചോദ്യം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 29ാമത് ചോദ്യം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലി. 30ാമത് ചോദ്യം. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1936. 31ാമത് ചോദ്യം. താഴെ നൽകിയിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 32ാമത് ചോദ്യം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്രീലങ്ക. 33ാമത് ചോദ്യം. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി. 34ാമത് ചോദ്യം. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 51(4). 35ാമത് ചോദ്യം. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത എന്നിവയെക്കുറിച്ച് പരാമർശിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 97. 36ാമത് ചോദ്യം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആകാം. അതാണ് തെറ്റായിട്ടുള്ളത്. 37ാമത് ചോദ്യം. വിവരാവകാശ കമ്മീഷന്റെ ഘടന. ഉത്തരം ഓപ്ഷൻ സി ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38ാമത് ചോദ്യം. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഓപ്ഷൻ സി ശ്രീ വി ഹരിനായർ. 39ാമത് ചോദ്യം. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി NH 66 മുംബൈ ടു ഗോവ. 40ാമത് ചോദ്യം. സാമൂഹിക ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത്
പൊതുനന്മക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 39B. 41 ചോദ്യം. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 42 ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ. 43 ചോദ്യം. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 34. 44 ചോദ്യം. പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ വയനാട്. 45 ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ. 46 ചോദ്യം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ. 47 ചോദ്യം. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത്? കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പാലക്കാട്. 48 ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആനമുടി. 49 ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കല്ലട. 50 ചോദ്യം. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. 51 ചോദ്യം. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. 52 ചോദ്യം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഗിഫോർഡ്. 53 ചോദ്യം. വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ്? വാഗൻ ട്രാജഡി നടന്ന വർഷം ഏത്? ഉത്തരം വരുന്നത് 1921 നവംബർ 10 വാഗൻ ട്രാജഡി നടന്നത്. ആൻസർ ഇതിൽ ഇല്ല. 54 ചോദ്യം. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. 55 ചോദ്യം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. 56 ചോദ്യം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 5ാമത്തെ. 57 ചോദ്യം. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. 1863 രണ്ടുപേരും ജനിച്ചത്. ഡോക്ടർ പൽപ്പു 1863 നവംബർ 2 ജനിച്ചത്. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28. 58 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കയ്യൂർ സമരം. 59 ചോദ്യം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ. 60 ചോദ്യം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്?
പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 61ാമത് ചോദ്യം. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ച് ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. 62ാമത് ചോദ്യം. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ. അതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ റേ. അത് തെറ്റാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അടുത്തത് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിൽ. അത് തെറ്റാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ചരകൻ. അതും തെറ്റാണ്. കാർലിനേഴ്സ് ആണ് വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 63ാമത് ചോദ്യം. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ സി പെരിയോസ്റ്റിയം. 64ാമത് ചോദ്യം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവകം ഏതാണ്? മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ. 65ാമത്തെ ചോദ്യം. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? ഉത്തരം ഓപ്ഷൻ ഡി മഗ്നീഷ്യം. 66ാമത്തെ ചോദ്യം. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ ബി വൈറസ്. 67ാമത് ചോദ്യം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23-ൻ്റെ പ്രാധാന്യം എന്താണ്? അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. ലോക കണ്ടൽ ദിനം ജൂലൈ 26-നാണ്. ലോക ജലദിനം മാർച്ച് 22-നാണ്. ലോക കടലാമ ദിനം ജൂൺ 16-നാണ്. 68ാമത് ചോദ്യം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വയോമധുരം. 69ാമത് ചോദ്യം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. 70ാമത് ചോദ്യം. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം. 71ാമത് ചോദ്യം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഖരം. 72ാമത് ചോദ്യം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഊർജം. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് ജൂളാണ്. 73ാമത് ചോദ്യം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി രാസഫലം. 74ാമത് ചോദ്യം.
ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 75-ാമത്തെ ചോദ്യം. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ജെ തോംസൺ. 76-ാമത്തെ ചോദ്യം. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 77-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ദൂരം, വേഗം, പ്രവേഗം, സമയം. സദിശ അളവിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ്, പ്രവേഗമാണ് സദിശ അളവ്. ബാക്കിയെല്ലാം അദിശ അളവുകളാണ്. 78-ാമത്തെ ചോദ്യം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ടാർട്രസിൻ. 79-ാമത്തെ ചോദ്യം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഉത്തരം ഓപ്ഷൻ ബി സിങ്ക്. സിങ്കിൻ്റെ മറ്റൊരു അയിരാണ് സിങ്ക് ബ്ലെൻഡ്. 80-ാമത്തെ ചോദ്യം. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം. കാൽസ്യത്തിൻ്റേത് Ca എന്നാണ്, കാഡ്മിയത്തിൻ്റേത് Cd, സോഡിയത്തിൻ്റേത് Na. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.